ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ കൃത്യമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ തീം എന്താണെന്ന് ആ ഒരു പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ലാലേട്ടൻ ഒരു ലൈബ്രറിയിലേക്ക് പോയിട്ട് അവിടെ ഈ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഗ്രന്ഥം എടുക്കുകയും ആ ഒരു ഗ്രന്ഥം വായിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രന്ഥം വായിച്ചതിന് ശേഷം ലാലേട്ടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ജനങ്ങളുടെ ക്ഷേമമാണ് രാജാവിന്റെ ക്ഷേമം. അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജാവ് പ്രജ, ഇത്തരത്തിലൊരു തീമായിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റേത്. അതായത് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയമായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസ് സീസണിലും ഇത്തരത്തിൽ രാഷ്ട്രീയം എന്നുള്ള രൂപത്തിൽ ഒരു തീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു സീസണിൽ അതൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഈ ഒരു കേരളത്തിലും ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബിഗ് ബോസിലും ഒരു രാഷ്ട്രീയപരമായിട്ട്, അതായത് ഈ പറയുന്ന പോലെ രാജ്യം, രാജാവ്, പ്രജകൾ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങൾക്ക് കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ട് ഈ ഒരു റിയാലിറ്റി ഷോ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റിയാലിറ്റി ഷോയെ ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം ഒരു 10-ാം തീയതിയോട് അനുബന്ധിച്ചിട്ടായിരിക്കും. ഏകദേശം 20ഓളം എപ്പിസോഡുകളായിരിക്കും ഈ ഒരു അഗ്നിപരീക്ഷ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5-6 കോമണേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ പങ്കെടുക്കുന്നതായിരിക്കും. സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതി ആയിരിക്കും. അപ്പൊ സെപ്റ്റംബർ 6-ാം തീയതി ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 20 എപ്പിസോഡോളം അഗ്നിപരീക്ഷ ഉണ്ടാവും. അഗ്നിപരീക്ഷ കഴിഞ്ഞ് അടുത്ത ഒരു വീക്ക് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റീസ് ആയിരിക്കുമോ മത്സരം എന്നുള്ളത്. അതായത് രാജ്യം, രാജാവ്, പ്രജ ഇത്തരത്തിൽ വരുന്ന സമയത്ത് കോമണേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ടീം, അവർക്കൊരു രാജാവ്, അവരുടെ ബാക്കിയുള്ള ആളുകളൊക്കെ പ്രജകൾ. അതുപോലെ സെലിബ്രിറ്റീസിന്റെ ഭാഗത്തു നിന്നും ഒരു രാജാവ്, ബാക്കിയുള്ളവരൊക്കെ പ്രജകൾ. ഇത്തരത്തിലായിരിക്കുമോ തീം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഈ പറയുന്ന പോലെ മിക്സ്ഡ് ആയിരിക്കുള്ളൂ. എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിൽ വന്നതിന് ശേഷം സെലിബ്രിറ്റീസ് തന്നെയാണ്. അവിടെ കോമണേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് അങ്ങനെ ഒരു വേർപാടില്ല. അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും ടീം ആയതിനു ശേഷം ബിഗ് ബോസ് ഒരു ടാസ്കിലൂടെ ചിലപ്പോൾ 2 ടീമുകളാക്കി മാറ്റുകയായിരിക്കും ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഷ്ട്രീയമായിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ തീം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ കോമണേഴ്സിന്റെ ഒരു ടീം ഉണ്ടാവാം, ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസിന്റെ ഒരു ടീം ഉണ്ടാവാം. ഇവർ രണ്ടുപേരും തമ്മിലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു ബിഗ് ബോസിന്റെ തീം, അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു തീം ഈ കഴിഞ്ഞ ഒരുപാട് ഹിന്ദി സീസണുകളിൽ അല്ലെങ്കിൽ അന്യഭാഷാ സീസണുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തീം തന്നെയാണ്. അവിടെയൊക്കെ അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കാരണം ഇത് കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരിക്കും. ടാസ്കുകളും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു എന്താണ് ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ വരുന്ന യുദ്ധങ്ങളൊക്കെ പോലെ ഇവർ തമ്മിലുണ്ടാവുന്ന വാക്കുകളിലൂടെ വരുന്ന പല യുദ്ധങ്ങളും അത്തരത്തിൽ എല്ലാം കാണാനായിട്ട് അത്യാവശ്യം നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായെങ്കിലും ഈ പറയുന്ന അഗ്നിപരീക്ഷ അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് മാസം ഒരു ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഒരു 15 to 20 എപ്പിസോഡുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും എന്നാണ് ഇപ്പൊ തോന്നുന്നത്. ഈ പറയുന്ന പോലെ വീക്കെൻഡ് എപ്പിസോഡുകളായിട്ട് കാണിക്കാനാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ സെപ്റ്റംബർ മാസം 6-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ ഒരു ഷോ തീരില്ല. അല്ലെങ്കിൽ പിന്നെ ഡേ ടു ഡേ ഈ പറയുന്ന ഏഷ്യാനെറ്റിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അങ്ങനെ കാണുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ ഈ പറയുന്ന പോലെ 15 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഈ പറയുന്ന സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഗ്രാൻഡ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ബിഗ് ബോസ് അഗ്നിപരീക്ഷ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കാണിക്കുന്നതെങ്കിൽ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഈ ഒരു ഷോ മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ബിഗ് ബോസിന്റെ വ്യൂവേഴ്സ് ആണ്, പക്ഷെ ഇവരാരും ജിയോ ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യുന്നവരല്ല. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏഷ്യാനെറ്റിൽ തന്നെ കാണിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളായിട്ട് കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്ന പോലെ ഡേ ടു ഡേ നമുക്ക് ബിഗ് ബോസ് കാണുന്നത് പോലെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയും കാണാനായിട്ട് സാധിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഇന്നലെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ നമ്മൾ ഏഷ്യാനെറ്റിൽ കണ്ടായിരുന്നു. ആ ഒരു പ്രൊമോ ഒരിക്കലും അഗ്നിപരീക്ഷ എന്ന് പറയുന്ന കോമണേഴ്സ് സെലക്ഷന്റെ പ്രൊമോ അല്ല, അത് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഒഫീഷ്യൽ പ്രൊമോയാണ്. അതായത്
അതായത് ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റത്തെ ഒഫീഷ്യൽ പ്രൊമോ ആയിരുന്നു. അതിനകത്താണ് ബിഗ് ബോസിന്റെ തീം ഇപ്പൊ ലാലേട്ടൻ റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8ന്റെ അഗ്നിപരീക്ഷയെ ബന്ധപ്പെട്ട് വരുന്ന പ്രൊമോസ് നമുക്ക് അടുത്ത നാളുകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ആ ഒരു പ്രൊമോസ് ഒക്കെ വന്നതിന് ശേഷം റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക് യു.